മൂവാറ്റുപുഴ വാളകത്തെ ക്ഷേത്ര പരിസരത്ത് ഇപ്പോഴും ചോര മണക്കുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളിയായ അശോക് ദാസിന്റെ നിലവിളി ശബ്ദം ചെവികളിൽ മുഴങ്ങുന്നുണ്ട്. മർദ്ദനത്തിൽ യുവാവിന്റെ ശ്വാസകോശം തകർന്നിരുന്നു. എന്തിനാണ് ആ യുവാവിനെ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്? ഇതിന് പിന്നിൽ സദാചാര ആക്രമണമായിരുന്നു. മോഷ്ടാവെന്ന് സംശയിച്ച് സംഘം ചേർന്ന് മർദ്ദിച്ചതാണോ? മർദ്ദനത്തിന് സാക്ഷികളായ പെൺകുട്ടികൾ മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴി കേസിൽ നിർണായകമാണ്. ഒരു യൂട്യൂബർ കൂടിയായ അശോക് ദാസ് പെൺകുട്ടികൾ താമസിച്ചിരുന്ന വീട്ടിൽ രാത്രിയിലെത്തിയ കാര്യത്തിലും സംശയങ്ങളുണ്ട്. കേസിൽ നിലവിൽ 10 പേരെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദീർഘനാളായി മൂവാറ്റുപുഴ വാളകത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസ് പെൺസുഹൃത്തിന്റെ താമസ സ്ഥലത്ത് എത്തിയതായിരുന്നു. ഇവർക്കൊപ്പം മറ്റൊരു പെൺകുട്ടിയും ഇവിടെ താമസമുണ്ട്. വീടിനുള്ളിൽ വെച്ച് അശോക് ദാസും പെൺകുട്ടികളും തമ്മിൽ തർക്കമുണ്ടായതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തർക്കത്തിനിടെ അശോക് ദാസ് ചില്ലലമാര ഇടിച്ചു തകർത്തപ്പോൾ കൈമുറിഞ്ഞു. ബഹളം കേട്ടെത്തിയ നാട്ടുകാർ അശോക് ദാസിനെ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിൽ അശോകിന്റെ ശ്വാസകോശം തകർന്നു. നെഞ്ചിലും തലയിലുമേറ്റ പരിക്ക് മരണകാരണമായതായി പോലീസ് പറയുന്നു. പ്രതികൾ അശോകിനെ കെട്ടിയിട്ട് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയെന്നും പോലീസ് പറയുന്നു. മർദ്ദനത്തിന് ദൃക്സാക്ഷികളായ പെൺകുട്ടികളുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. മുൻ പഞ്ചായത്ത് അംഗവും ഒരു കുടുംബത്തിലെ 3 പേരും ഉൾപ്പെടെ 10 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഘം ചേർന്ന് മർദ്ദിച്ചതിനും കൊലപാതകത്തിനുമാണ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം അറസ്റ്റിലായ പലരും നിരപരാധികളാണെന്ന വാദവുമായി ബന്ധുക്കൾ രംഗത്തു വന്നു. പരിക്കേറ്റ അശോക് ദാസിനെ സംരക്ഷിക്കാൻ നിന്നവർ വരെ കേസിൽ പ്രതിയായതായി ഇവർ ആരോപിക്കുന്നു. ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ബായി ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാണ്, ബ്ലഡിൽ കുളിച്ച ഒരാൾ നിൽക്കുന്നു. അപ്പോൾ എൻ്റെ കൊച്ചും കൂട്ടുകാരും ചോദിച്ചു, നീ എൻ്റെ ഇവിടെ വന്ന് നിൻ്റെ മേത്ത് എന്താ ചോരാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ആക്സിഡൻറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞത്. അപ്പോൾ നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ മുകളിൽ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇവനെ അവിടെ ഇരുത്തി, നടക്കല്ലേൽ ഇരുത്തി. അന്ന് ഇത്രയും ബ്ലഡ് കണ്ടു കഴിഞ്ഞപ്പോൾ പോലീസിൽ അറിയിക്കാൻ പോലീസ് വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ ഇരുത്തി. അപ്പോൾ അവനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ എണീറ്റ് ഓടി കഴിഞ്ഞിട്ട് ആൾക്കാർ പോയി പിടിച്ച് അവനെ ഇവിടെ ഈ തൂണിയിട്ടുണ്ടെന്ന് കെട്ടിയിട്ടു. അവൻ ഓടിപ്പോകാതിരിക്കാം, പോലീസ് വരുന്നവർ ഓടിപ്പോകാതിരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കെട്ടിയിട്ടത്. MC മുന്നു എന്ന പേരിൽ അശോക് ദാസ് യൂട്യൂബിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നു. 11 ദിവസങ്ങൾക്ക് മുൻപാണ് ഒടുവിൽ ഹിന്ദിയിലുള്ള മ്യൂസിക് വീഡിയോ അപ്ലോഡ് ചെയ്തത്. 2 മാസം മുൻപാണ് പെൺകുട്ടികൾ വാടക വീട്ടിൽ താമസം തുടങ്ങിയത്. അയൽക്കാരുമായി സംസാരമോ പരിചയമോ ഇല്ല. ആൾക്കൂട്ട ആക്രമണം ഉണ്ടായിട്ടില്ലെന്നും വീടിനുള്ളിൽ വെച്ചാണ് അശോക് ആക്രമിക്കപ്പെട്ടതെന്നുമാണ് നാട്ടുകാരുടെ വാദം. മരണകാരണമായ നെഞ്ചിലെയും തലയിലെയും പരിക്ക് എവിടെ നിന്നാണ് ഏറ്റതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം അരുണാചൽ പ്രദേശിൽ നിന്നെത്തുന്ന ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് 18 കൊച്ചി.